നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് മന്ത്രി വീണ ജോർജിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് പത്തനംതിട്ടയിൽ കോൺഗ്രസുകാർ ഒരു വിചിത്രമായിട്ടുള്ള ഹർത്താൽ നടത്തിയത്. അതിനുള്ള കാരണമായിട്ട് അവർ ചൂണ്ടിക്കാട്ടിയത് അവരുടേതായ സ്വന്തം മാപ്രകളെ കൂടെ ചേർത്തുകൊണ്ട് ഒരു വ്യാജ വാർത്ത, അതായത് ഈ ഏലൂർ കൈപ്പറ്റൂർ റോഡിൽ ഇപ്പോൾ PWDയുടെ ഓട നിർമ്മാണം നടക്കുകയാണ്. ഈ ഓട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിന് ഒരു കെട്ടിടമുണ്ട്. ഈ കെട്ടിടത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ഓടയുടെ അലൈൻമെന്റ് മാറ്റി എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കൊടികുത്തി ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്ത് അത് മാധ്യമങ്ങളിലൂടെ ആഘോഷിച്ചുകൊണ്ട് ഒരു വ്യക്തിക്കെതിരെ കൃത്രിമമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ച് വിവാദത്തിൽപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അറിയാലോ, നേരത്തെ തന്നെ നിയമനത്തിന് വേണ്ടിയുള്ള കോഴ ആരോപണത്തിന്റെ ഒരു കഥ പൊളിഞ്ഞതാണ്. അതിന് പിന്നാലെ ഈ അടുത്ത ദിവസം കണ്ടില്ലേ, ഒരു ഓഡിയോ എക്സൈസുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു വിവാദമാണ് ഇവിടെയും ഇവർ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത്. അതായത് PWDയുടെ അലൈൻമെന്റിന്റെ അടിസ്ഥാനപ്പെടുത്തി വളരെ കൃത്യമായിട്ട് കിഫ്ബി പ്രോജക്റ്റ് നടപ്പാക്കുമ്പോൾ അവിടെ ഒരു വിവാദം സൃഷ്ടിക്കാൻ ഈ ഓട കടന്നു പോകുന്ന വഴിയിൽ വീണ ജോർജിന്റെ ഭർത്താവിന് ഒരു കെട്ടിടം ഉണ്ടായിരുന്നു. അതിനെ ചുറ്റിപ്പറ്റിയ ഒരു വിവാദം ഉണ്ടാക്കിയാൽ മാധ്യമങ്ങൾക്ക് വാർത്താ കച്ചവടത്തിന് നല്ല സ്കോപ്പ് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കൃത്രിമ വിവാദം സൃഷ്ടിച്ചത്. എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് CPM ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള KP ഉദയഭാനു തന്നെ വളരെ വ്യക്തമായി കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ഇതോടൊപ്പം തന്നെ വീണ ജോർജും ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ വസ്തുതകൾ നിരത്തി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൂടി ഒന്ന് അറിയണം. കാര്യം നമ്മുടെ നാട്ടിൽ ഏകപക്ഷീയമാണല്ലോ. ഈ ഇടതുപക്ഷക്കാർ ഏതെങ്കിലും വിവാദം ഉണ്ടാകുന്നത് മറുപടി പറഞ്ഞാൽ നമ്മൾ ഈ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാലും ചിലപ്പോൾ അത് കാണത്തില്ല. കാര്യം ഒരിക്കലും അത് ജനത്തിന്റെ ശ്രദ്ധയിൽപ്പെടരുത്. അത് വിവാദമായി കത്തി നിന്നാലേ അവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വിളവെടുപ്പ് നടക്കുകയുള്ളൂ. എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് വീണ ജോർജ് വളരെ കൃത്യമായിട്ട്, ഒന്നും ഒളിക്കാനില്ലാത്തവർക്ക് കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മറുപടി പറയാൻ പറ്റുമല്ലോ. അതാണ് ഇപ്പോ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത്. അതൊന്ന് കേൾക്കാം. ചില മാധ്യമങ്ങളും ചില പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും എനിക്കും കുടുംബത്തിനുമെതിരെ ഇന്നലെ വൈകുന്നേരം മുതൽ നടത്തുന്ന വാസ്തവ വിരുദ്ധവും അപകീർത്തികരവുമായ അസത്യ പ്രചരണത്തെക്കുറിച്ചാണ് ഇവിടെ എഴുതുന്നത്. PWDയുടെ അലൈൻമെന്റ് എന്റെ ഭർത്താവ് ഡോക്ടർ ജോർജ് ജോസഫ് ഇടപെട്ട് മാറ്റം വരുത്തി എന്ന് തീർത്തും അസത്യമായ കാര്യം പ്രചരിപ്പിച്ചാണ് അധിക്ഷേപിക്കുന്നത്. ഇന്ന് ഒരു ദിനപത്രം ഹെഡ്ലൈനായി കൊടുത്തത് മന്ത്രിയുടെ ഭർത്താവിന് വേണ്ടി ഓടയുടെ ഗതി മാറ്റി, തടഞ്ഞ് കോൺഗ്രസ് എന്നാണ്. എത്ര അസന്നിഗ്ധമായാണ് ഈ മാധ്യമം കള്ളം എഴുതി വച്ചിരിക്കുന്നത്. എന്റെ ഭർത്താവിന് ഞാൻ MLA ആകുന്നതിന് എത്രയോ വർഷം മുമ്പുണ്ടായിരുന്നതാണ് കൊടുമണ്ണിലെ 22.5 സെന്റ് സ്ഥലം. കെട്ടിടം വെച്ചത് 1,89,00,000 രൂപ ബാങ്ക് ലോൺ എടുത്താണ്. ഇതിനു മുന്നിലൂടെയാണ് ഏഴംകുളം കൈപ്പട്ടൂർ റോഡ് പോകുന്നത്. ഈ റോഡിന് കിഫ്ബിയിലൂടെ പണം അനുവദിച്ച് BM&BC ടാറിങ്ങിനായുള്ള നിർമ്മാണ പ്രവൃത്തി നടക്കുകയാണ്. 2020 12 മീറ്റർ വീതിയിൽ റോഡ് നിർമ്മാണത്തിന് കിഫ്ബി ധനാനുമതി നൽകിയത്. അതായത് ഞാൻ മന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ. ഇനി ഈ പറയുന്ന ഭാഗത്ത് റോഡിന്റെ വീതി അളന്നു നോക്കിയാൽ 17 മീറ്റർ ആണെന്ന് കാണാൻ കഴിയും. ഈ റോഡിന് ഇത്രയും വീതി മറ്റൊരിടത്തുമില്ല. റോഡ് നിർമ്മാണം നടക്കുന്നത് കിഫ്ബി 2020 അനുവദിച്ച 12 മീറ്റർ വീതിയിൽ KRFB നിശ്ചയിച്ച അലൈൻമെന്റിലാണ്. അതിൽ ഒരു തരത്തിലുള്ള മാറ്റവും ഈ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഇവിടെയാണ് ഇന്നലെ കോൺഗ്രസുകാർ കുടികുത്തിയത്. കിഫ്ബി നിശ്ചയിച്ച അലൈൻമെന്റിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്ന് ഉദ്യോഗസ്ഥർ രേഖസഹിതം കാണിച്ചിട്ടും അളന്ന് കാണിച്ചിട്ടും ചില പ്രാദേശിക കോൺഗ്രസ് നേതാക്കന്മാർ കേൾക്കാൻ തയ്യാറായില്ല എന്നാണ് അറിഞ്ഞത്. അലൈൻമെന്റിൽ ഒരു തരത്തിലും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. കൃത്യമായ രേഖകളോടെ റവന്യൂ PWD ഔദ്യോഗികമായി അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുള്ള വസ്തുവായതിനാലും ഒരടി പോലും പുറമ്പോക്ക് ഈ വസ്തുവിൽ ഇല്ല എന്നതിനാലും അലൈൻമെന്റിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഈ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നിരിക്കെ അലൈൻമെന്റ് മാറ്റി എന്ന് അപകീർത്തിപ്പെടുത്തി അപമാനിച്ചതിനാലും മാനനഷ്ട കേസ് നൽകാനാണ് തീരുമാനം. ഈ റോഡിനോട് ചേർന്ന് എതിർവശത്തുള്ള കോൺഗ്രസ് ഓഫീസ് പുറമ്പോക്കിലാണുള്ളത്. അവിടെ രേഖകളിൽ വീതി 23.5 മീറ്റർ ആണ്. എന്നാൽ അളന്നു നോക്കിയാൽ 14 മീറ്റർ മാത്രമാണ് ഇപ്പോൾ അവിടെയുള്ളത്. കോൺഗ്രസ് ഓഫീസിനെ സംരക്ഷിക്കാൻ എന്റെ ഭർത്താവിനെയും എന്നെയും ഇതിലേക്ക് മനഃപൂർവ്വം വലിച്ചിഴച്ച് അപമാനിക്കുകയാണ് ചിലരുടെ ലക്ഷ്യം. മുൻ പഞ്ചായത്ത് പ്രസിഡന്റായ കോൺഗ്രസ് പ്രാദേശിക നേതാവിന്റെ ജ്യേഷ്ഠ സഹോദരൻ ഈ വസ്തുവിൽ അവകാശവാദവുമായി എത്തുകയും അത് കോടതിയിൽ പരാജയപ്പെട്ടതും ഗൂഢാലോചനയുടെ പിന്നിലുള്ള മറ്റൊരു കാരണമായിരിക്കാം. റോഡിന്റെ ഈ ഭാഗത്തുള്ള മുഴുവൻ പുറമ്പോക്കും അളക്കുകയും ഒഴിപ്പിക്കുകയും വേണം എന്നതാണ് ഞങ്ങളുടെ ആവശ്യം. ഇതിനായി എന്റെ കുടുംബത്തിൻ്റെത് ഉൾപ്പെടെ ഈ ഭാഗത്തുള്ള വസ്തുക്കളെല്ലാം തന്നെ അളന്ന് പുറമ്പോക്കുണ്ടെങ്കിൽ കണ്ടെത്തി അളന്ന് തിട്ടപ്പെടുത്തണമെന്ന ആവശ്യവുമായി എന്റെ ഭർത്താവ് ഡോക്ടർ ജോർജ് ജോസഫ് ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്. എന്റെ പേഴ്സണൽ സ്റ്റാഫിന് കൈക്കൂലി കൊടുത്തു എന്ന് വരുത്തി തീർക്കാനുള്ള
ഹരിദാസൻ എപ്പിസോഡിന് ശേഷം എന്നെ അപമാനിക്കാനുള്ള അടുത്ത ശ്രമവുമായാണ് ഗൂഢവും നിന്ദ്യവുമായ ലക്ഷ്യങ്ങളോടെ ചിലർ ഇറങ്ങിയിട്ടുള്ളത്. വ്യാജ പ്രചരണം നടത്തിയതിനും പൊതുസമൂഹ മധ്യയെ അപമാനിച്ചതിനുമെതിരെ ശക്തമായ സാധ്യമായ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കും. തീർച്ചയായും അതാണ് വേണ്ടത് മിനിസ്റ്ററെ. കാര്യം ഇക്കാര്യങ്ങളിലൊന്നും യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. കാര്യം കഴിഞ്ഞ കുറെ കാലമായിട്ട് പല കാര്യങ്ങളും കേട്ടില്ല കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ അതൊക്കെ ഒരു അവസരമാക്കിയെടുത്ത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി ആക്ഷേപിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പൊതുരീതി. അതിനെ തടയിടേണ്ടത് അല്ലെങ്കിൽ അതിനെ ധീരമായി ചെറുക്കേണ്ടത് ഓരോ ഇടതുപക്ഷ പ്രവർത്തകരുടെയും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കുന്നവരുടെയും ഉത്തരവാദിത്തം തന്നെയാണ്. ഒരു സംശയവും വേണ്ട. ഇത്തരത്തിൽ വ്യാജ പ്രചരണമാണ് നടത്തിയെങ്കിൽ, ഇല്ലാത്ത പുറമ്പോക്ക് കഥയാണ് ഉണ്ടാക്കിയെങ്കിൽ, അല്ലെങ്കിൽ ഇല്ലാത്ത അലൈൻമെന്റ് മാറ്റം വരുത്തി എന്ന രീതിയിൽ പ്രചരണം നടത്തി അപമാനിക്കാനും അവഹേളിക്കാനും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് ഇവരിൽ നിന്ന് വൻ തുക തന്നെ ഈടാക്കി നേടേണ്ടതുണ്ട്. കാര്യം അങ്ങനെ ഇവിടെ എല്ലാവർക്കും കയറി ഇടതുപക്ഷത്തിലെ നേതാക്കന്മാരെയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരെയൊക്കെ കയറി കൊട്ടിയിട്ട് പോകാൻ ചെണ്ടയാണെന്നുള്ള ധാരണയൊന്നും വരാൻ പാടില്ല. ആ ഒരു മനോഭാവം ഇവർക്കുണ്ട്. കാര്യം വീണ ജോർജിനെതിരെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എത്രയെത്ര കഥകളായി. ഇപ്പോ നമ്മുടെ മാധ്യമ മാർക്കറ്റിൽ കുറച്ച് കച്ചവടത്തിന് സ്കോപ്പ് ഉള്ളതാണ് വീണ ജോർജ് എന്ന പേര്. കാര്യം അവരെ കുറിച്ചുള്ള വാർത്തകൾക്ക് വല്ലാത്ത റീച്ച് കിട്ടുമെന്നുള്ളത് കൊണ്ട് എന്ത് തരം നുണ വാർത്ത ആര് വന്ന് പറഞ്ഞാലും അതിനെക്കുറിച്ച് അന്വേഷിക്കാതെ, അതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് പല തരത്തിലുള്ള വാർത്തകൾ പടച്ചുവിടുന്നത്. അതിനൊരു ഉദാഹരണമായിരുന്നു മിനിസ്റ്റർ തന്നെ ഏറ്റവും അവസാനം പറഞ്ഞിട്ടുള്ളത് ഹരിദാസൻ കേസ് എന്ന് പറയുന്നത്. അത്തരം രീതികൾ ഇനി അവലംബിക്കാൻ അനുവദിക്കാൻ പാടില്ല. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഹർത്താലൊക്കെ നടത്തി സ്കോർ ചെയ്തു എന്ന് സന്തോഷിച്ചിരിക്കുന്നവരുടെ മുന്നിലേക്ക് ഒരു ഇരുട്ടടിയായിട്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നിരിക്കുന്നത്. ശക്തമായതും സാധ്യവുമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചതിലൂടെ അത് ചിലരുടെ ഉള്ളിൽ വല്ലാത്ത ആകുലതകൾ അല്ലെങ്കിൽ ആവലാതികൾ സൃഷ്ടിക്കും. വരും ദിവസങ്ങളിൽ മാപ്പേ മാപ്പേ എന്നുള്ള പ്രചരണം ഉണ്ടാകും. ഇനിയിപ്പോ സ്വിച്ച് ഇട്ടതുപോലെ ഈ വാർത്തയെ സംബന്ധിച്ച് ഒരു അനക്കവും ഉണ്ടാവില്ല. കാര്യം തിരിച്ചു പ്രതികരണം ഉണ്ടായി എന്ന് അറിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കാത്തവരാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോ നിശബ്ദമായി എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ എന്ന് വിചാരിച്ചാൽ തലയിൽ കയറിയിരുന്നു അവർ വേണമെങ്കിൽ ചെവി കടിക്കുന്ന ടീംസാണ്. അപ്പോ അങ്ങനെയുള്ളവരെ ഇങ്ങനെ നേരിടാൻ തയ്യാറായ മന്ത്രി വീണ ജോർജിന്റെ നിലപാടിനെ പ്രശംസിക്കുകയാണ്. ശക്തമായി തന്നെ അതിനെ നേരിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്.